സ്വീറ്റ് ഹോം സീസൺ 2 രണ്ടാമത്തെ എപ്പിസോഡാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഫസ്റ്റത്തെ എപ്പിസോഡ് കാണാത്തവർ അത് പോയി കാണുക, അല്ലെങ്കിൽ യാതൊന്നും മനസ്സിലാകുന്നതല്ല. വെൽക്കം ടു ദ മൂവി ടൈം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് പട്ടാളക്കാർ ചായുവിനെ ഷൂട്ട് ചെയ്തിടുന്നത് വരെയാണ്. അതിനുശേഷം 37 മണിക്കൂർ മുമ്പുള്ള ഒരു സംഭവമാണ് കാണിക്കുന്നത്. നമ്മുടെ ഹീറോയിന്റെ ബ്രദറായിട്ടുള്ള യുൻഹ്യൂക്കും പിന്നെ നമ്മുടെ ജിസുവും അവർ ചായുവിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ആ സംഭവത്തിന് ശേഷം ചായുവിനെ ഒന്നും ഓർക്കാൻ കഴിയുന്നില്ല എന്ന് നമ്മുടെ ജിസു പറയുമ്പോൾ ഇനിയൊരു പക്ഷേ അവൻ മോൺസ്റ്ററായി മാറിയിട്ടുണ്ടാകുമെന്നാണ് നമ്മുടെ യുൻഹ്യൂക്ക് അഭിപ്രായപ്പെടുന്നത്. മാത്രമല്ല ഇനിയൊരു പക്ഷേ അങ്ങനെ എങ്ങാനും സംഭവിച്ചാൽ ഇവിടെയുള്ള ആളുകളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയും ജിസുവിനോട് അവൻ പറയുന്നുണ്ട്. കാരണം അവൻ ഇനി ഇവരുടെ ഒപ്പം പോകുന്നില്ല, അതിന്റെ പിന്നിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാകാം. അതിനുശേഷം നമ്മൾ പ്രസന്റിലോട്ട് വന്നാൽ ഹീറോയിൻ പട്ടാളക്കാരെ തോക്ക് പിടിച്ച് ഭീഷണിപ്പെടുത്തി നേരെ പോകാൻ പറഞ്ഞിരിക്കുന്നത് ഗ്രീൻ ഹോമിലേക്കാണ്. അതായത് അവളുടെ ബ്രദറെ കണ്ടുപിടിക്കാൻ. അവളുടെ ബ്രദർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന് അവൾക്ക് പ്രതീക്ഷയുണ്ട്. എന്നാൽ നമ്മുടെ ജിസുവിന് ഇതിലൊട്ടും പ്രതീക്ഷയില്ല. ഇതിന് കാരണം തൊട്ടു മുമ്പേ നടന്ന സംഭവം തന്നെയാണ്. എന്നാൽ നമ്മുടെ ഹീറോയിൻ പ്രതീക്ഷയോടെ തന്നെ അവളുടെ കയ്യിൽ തോക്കും കൊടുത്ത് അങ്ങോട്ടേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. ഇതായിരുന്നു നമ്മുടെ ഗ്രീൻ ഹോം അപ്പാർട്ട്മെന്റിന്റെ അവസ്ഥ. ആകെ മൊത്തം തകർന്നു കിടക്കുന്നു. അവൾ അങ്ങനെ അതിനുള്ളിലേക്ക് പോവുകയാണ്. ചെന്ന പാടെ തന്നെ താഴെയായി പൊട്ടിക്കിടക്കുന്ന തന്റെ ബ്രദറിന്റെ കണ്ണടയാണ് അവൾക്ക് കാണാൻ കഴിഞ്ഞത്. അപ്പോഴായി അവളുടെ മനസ്സിലേക്ക് ഒരു ഫ്ലാഷ് ബാക്കും വരുന്നുണ്ട്. തന്റെ ബ്രദറിനോടുള്ള അവളുടെ പെരുമാറ്റം തന്നെ. മാത്രമല്ല അവന്റെ ഒരു സീഡിയും അവൾക്ക് കിട്ടി. പിന്നെ അവരുടെ ഫാമിലി ഫോട്ടോയും. ഇതെല്ലാം കണ്ട് അവളുടെ കണ്ണ് നിറയുകയാണ്. ഇതേ സമയത്ത് മുകളിലായി ഒരു മോൺസ്റ്റർ നിൽക്കുന്നതും നമുക്ക് കാണാം. എന്നാൽ പുള്ളിക്കാരി അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഇവിടെയാണെങ്കിലോ നമ്മുടെ ജിസു അവർക്ക് നേരെ തോക്കും പിടിച്ച് നിൽക്കുകയാണ്. ഇതിനിടയിൽ നമ്മുടെ ജയ്ഹ്യോൻ എന്ന് പറയുന്ന ഒരു പയ്യനില്ലേ, അവൻ അവരെ കൊന്നു കളയാനൊക്കെ പറയുന്നുണ്ട്. അപ്പോഴാണ് പട്ടാളക്കാർ ഒരു കാര്യം പറയുന്നത്. തങ്ങളുടെ ജീവൻ രക്ഷിക്കുന്ന ആൾക്ക് വാക്സിനും പിന്നെ സ്വന്തമായ ഒരു മുറിയും ഫ്രീ ആയി ലഭിക്കുന്നതാണ്. ഇത് കേട്ടതും നമ്മുടെ ജയ്ഹ്യോന്റെ മനസ്സ് മാറി. പിന്നീട് അവൻ ഒന്നും നോക്കിയില്ല. നമ്മുടെ ജിസുവിന്റെ കയ്യിലുള്ള തോക്ക് പിടിച്ചു വാങ്ങാൻ വേണ്ടി നോക്കുകയാണ്. അല്ലെങ്കിലും പുള്ളിക്കാരന്റെ സ്വഭാവം നമുക്ക് അറിയാവുന്നതല്ലേ. ഫസ്റ്റ് സീസണിൽ ഗ്രീൻ ഹോം നിവാസികളെ അപകടത്തിലാക്കി പട്ടാളക്കാരെ വിളിച്ചു വരുത്തിയത് നമ്മൾ കണ്ടതാണ്. എന്നാൽ ജിസു അത് കൊടുക്കുന്നുമില്ല. ഈ തക്കവും നോക്കി നമ്മുടെ പട്ടാളക്കാർ അവരുടെ പിറകിലും പോയി അവരെ ഗൺ പോയിന്റിൽ നിർത്തുകയാണ്. ഇതൊക്കെ അവർ രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞ ഒരു പച്ച കള്ളമാണ്. എന്നാൽ നമ്മുടെ ജയ്ഹ്യോൻ അതെല്ലാം വിശ്വസിച്ചു. മാത്രമല്ല ആ പട്ടാളക്കാരനാണെങ്കിലോ ദേഷ്യം മുഴുവൻ നമ്മുടെ ഹീറോയിനോടാണ്. ഇതേ സമയം അവൾ ഗ്രീൻ ഹോമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വരികയായിരുന്നു. അപ്പോഴാണ് അയാൾ അങ്ങോട്ടെത്തിയത്. പിന്നീട് അവളെ കലിപ്പ് തീരുന്നത് വരെ എടുത്തടിക്കുകയാണ്. ഇതെല്ലാം കണ്ട് ഇയാളുടെ കൂടെ തന്നെയുള്ള ഒരു പട്ടാളക്കാരനില്ലേ, അയാൾ വന്ന് ഇത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. ഈ പട്ടാളക്കാരന്റെ പേരാണ് ചാൻ. കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു പട്ടാളക്കാരൻ സൂയിസൈഡ് ചെയ്യുന്നത് നമ്മൾ കണ്ടിരുന്നു. ശരിക്കും അത് ചാന്റെ ബ്രദർ അല്ല, അതൊരു മിസ്റ്റേക്ക് പറ്റിയതാണ് എനിക്ക്. ചാൻ അത്രക്കും മനുഷ്യത്വമുള്ള ഒരു പട്ടാളക്കാരനായിരുന്നു. എന്നാൽ ഇതൊന്നും അയാൾ കേൾക്കുന്നില്ല. മാത്രമല്ല ആ പരിസരം ഒട്ടാകെ ഒരുപാട് പട്ടാളക്കാരും മരിച്ചു കിടക്കുന്നുണ്ട്. ഈ പട്ടാളക്കാരനാണെങ്കിലോ അവരെ എല്ലാവരെയും ഗ്രീൻ ഹോമിനകത്തേക്ക് കയറ്റി കൈകൾ കെട്ടിയിടാൻ വേണ്ടി പറയുകയാണ്. അവിടെ വെച്ച് അവരെ തീർത്ത് കളയാനാണ് നമ്മുടെ ആ പട്ടാളക്കാരന്റെ പ്ലാൻ. നമ്മുടെ ചാൻ അതുപോലെ തന്നെ ചെയ്യുന്നു. എന്നാൽ പുള്ളിക്കാരൻ കുറച്ച് ലൂസായിരുന്നു കയറിട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാനും കഴിയും. ഇതേ സമയത്താണ് അവരൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. നമ്മുടെ മിസ് ഇം കൊക്കൂണിൽ നിന്നും പുറത്തേക്ക് നടന്നു വരികയാണ്. അവൾ പൂർണ്ണമായി നഗ്നയായിരുന്നു. നമ്മുടെ സീസൺ 1 മിസ് ഇം തന്റെ കുഞ്ഞ് നഷ്ടപ്പെട്ടതിന് ശേഷം അവൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള പ്രതീക്ഷയോടെ നമ്മുടെ മിസ് ഇം ഒരു സ്ട്രോളറും പിടിച്ച് നടന്നിരുന്നു. പിന്നീട് അവൾ ഒരു എംബ്രിയോ മോൺസ്റ്റർ ആയി മാറി. ബാത്റൂമിലായിരുന്നു ഇത്രയും കാലം. അവിടെ നിന്നും അവൾ ഇപ്പോഴാണ് പുറത്തു വന്നത്. മാത്രമല്ല നമ്മുടെ യോങ് സു സൂയോഗ് എന്ന് പറയുന്ന ആ 2 കുട്ടികളെയും അവൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തന്നെയാണ് അവൾക്ക് ഇങ്ങനെ സംഭവിച്ചതും. ഇവളെ കണ്ടതും നമ്മുടെ ടീമെല്ലാം ആകെ ഷോക്കായി പോവുകയാണ്. മാത്രമല്ല ഇവളെ കണ്ട് നമ്മുടെ ആ പട്ടാളക്കാരനില്ലേ, അയാൾക്ക് ദേഷ്യം വന്ന് വണ്ടി കൊണ്ടുപോയി ഇടിച്ച് അവളെ കൊലപ്പെടുത്തുന്നുമുണ്ട്. ഇത് കണ്ട് നമ്മുടെ ചാൻ അയാളോട് തട്ടിക്കയറുകയാണ്. കാരണം അവൾ ഒരു മനുഷ്യനായിരുന്നില്ലേ, എന്തിനാണ് അവളെ കൊലപ്പെടുത്തിയത്? എന്നാൽ അതൊന്നും നമ്മുടെ പട്ടാളക്കാരൻ കാര്യമാക്കുന്നില്ല. അയാൾ അവളെ ഫയർ ചെയ്ത് കൊല്ലാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോഴാണ് അത് സംഭവിക്കുന്നത്. അയാളെ ഒരു മോൺസ്റ്റർ കൊലപ്പെടുത്തുന്നു. ഈ മോൺസ്റ്റർ മറ്റാരുമല്ല, സീസൺ 1 എൽഫ് മോൺസ്റ്റർ ആണ്. അതായത് ആ കണ്ണ് കാണാത്ത മോൺസ്റ്റർ തന്നെ. ആ മോൺസ്റ്ററിനെ കണ്ടപാടെ തന്നെ നമ്മുടെ പയ്യന് കാര്യം മനസ്സിലായി. അവൻ ചാനിനോട് മിണ്ടാതിരിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. പിന്നീട് അവർ പതിയെ അവിടെ നിന്നും നടന്നു നീങ്ങുകയാണ്. ഇതിനിടയിൽ നമ്മുടെ ജയ്ഹ്യോൻ പട്ടാളക്കാരുടെ ബസ്സിൽ കയറി ഇരുന്നിട്ടുണ്ട്. അവൻ അത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ്. നമ്മുടെ ടീമാണെങ്കിലോ പതിയെ അവിടെ നിന്നും രക്ഷപ്പെട്ട് ബസ്സിനടുത്തേക്ക് ഓടുന്നു. എന്നാൽ നമ്മുടെ ചാന് അവരുടെ ഒപ്പം പോകാൻ പറ്റിയില്ല. അപ്പോഴേക്കും അവനെ ഒരു മോൺസ്റ്റർ പിടിച്ചു. ആ മോൺസ്റ്റർ അവനെ വെലിഞ്ഞു മുറുക്കുന്നു. നമ്മുടെ എൽഫ് മോൺസ്റ്ററും അവർക്ക് നേരെ വരുന്നുണ്ട്. എന്നാൽ അതിനൊന്നും ചെയ്യാൻ സാധിച്ചില്ല. ഇതേ സമയം നമ്മുടെ ജയ്ഹ്യോൻ വണ്ടി സ്റ്റാർട്ടാക്കി അവിടെ നിന്നും പോകാൻ വേണ്ടി നിൽക്കുകയാണ്. പുള്ളിക്കാരന് സ്വന്തം ജീവനാണ് പ്രധാനം. എന്നാൽ നമ്മുടെ ഹീറോയിൻ അവൻ അതിന് സമ്മതിക്കുന്നില്ല. കാരണം നമ്മുടെ ചാനെയും ഒപ്പം കൂട്ടണ്ടേ. അതുകൊണ്ട് തന്നെ
തന്നെ അവൾ വണ്ടി സ്റ്റോപ്പ് ചെയ്യുന്നു. ഇവനാണെങ്കിലോ വീണ്ടും വണ്ടി സ്റ്റാർട്ട് ആക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ചാൻ തന്റെ ഡ്രസ്സിലുണ്ടായിരുന്ന കത്തിയെടുത്ത് ആ മോൺസ്റ്ററിന്റെ കണ്ണിലേക്ക് കുത്തുന്നത്. ഈ സൗണ്ട് കേട്ട് നമ്മുടെ എൽഫ് മോൺസ്റ്റർ ഇല്ലേ അത് അവിടേക്ക് അറ്റാക്ക് ചെയ്യുകയാണ്. അപ്പോഴേക്കും നമ്മുടെ ചാൻ രക്ഷപ്പെട്ടിരുന്നു. പിന്നീട് അവൻ ആ ബസ്സിന് നേരെ കുതിച്ച് അതിലേക്ക് കയറി. ഇങ്ങനെയെല്ലാം നടക്കുന്നതിനിടെ മറ്റൊരിടത്ത് പട്ടാളക്കാർ ബിൽഡിങ്ങിലും മറ്റും കയറി മോൺസ്റ്റേഴ്സിനെല്ലാം കൊല്ലുന്നുണ്ട്. ഇതിൽ ധാരാളം പട്ടാളക്കാരും മരിച്ചു വീഴുന്നുണ്ട്. ഇവരെ നിരീക്ഷിക്കുന്നവർക്കാണെങ്കിലോ കെട്ടിടങ്ങൾ കാരണം യാതൊന്നും കാണാനും പറ്റുന്നില്ല. ഇതവർ നമ്മുടെ സർജന്റിനോട് പറയുകയാണ്. ഉടനെ തന്നെ ആ ഗ്രൂപ്പിനെ സഹായിക്കാൻ പോകാൻ വേണ്ടി നമ്മുടെ സർജന്റ് അവിടെയുള്ള ഗ്രൂപ്പിനോട് പറയുന്നു. എന്നാൽ ആ ഗ്രൂപ്പിലെ ഒരുപാട് പട്ടാളക്കാർക്കും പരിക്ക് പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സർജന്റ് കിം അതിന് സമ്മതിക്കാതെ തൽക്കാലം ദൗത്യം ഉപേക്ഷിച്ച് മടങ്ങുകയാണെന്ന് പറയുമ്പോൾ സർജന്റ് ഇൻഹ്വാൻ അതിന് സമ്മതിക്കുന്നുമില്ല. പിന്നീട് ഇവർ രണ്ടുപേരും കൂടെ വാക്കുതർക്കം ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ഒടുവിൽ അവരൊരു തീരുമാനത്തിലെത്തി. തൽക്കാലത്തേക്ക് തിരിച്ചു മടങ്ങാം. പോകുന്നതിനിടെ മരിച്ചു വീണ് കിടക്കുന്ന ഒരു കൂട്ടം പട്ടാളക്കാരുടെ അടുത്തേക്ക് ചെന്ന് തീയിട്ട് കത്തിക്കുന്നുണ്ട്. പിന്നീട് അവരുടെ ടാഗ് എല്ലാം എടുത്ത് അവർ തിരിച്ചു മടങ്ങുകയാണ്. ഇവിടെയും തർക്കം തന്നെയാണ്. നമ്മുടെ ജീഹ്വാനും പിന്നെ ആ ചെറിയ പയ്യനും. നമ്മുടെ പയ്യൻ പറയുന്നത് മിസേസിയും ഒരു മനുഷ്യനായിരുന്നു, അവൾക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ നമ്മുടെ ജേഹ്യോൻ പറയുന്നതോ നേരെ തിരിച്ചാണ്. തർക്കത്തിനൊടുവിൽ നമ്മുടെ ജീഹ്യോൻ അവനെ അടിക്കാൻ വേണ്ടിയൊക്കെ ചെല്ലുന്നുണ്ടെങ്കിലും മറ്റുള്ളവർ അവനോട് അടങ്ങിയിരിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. കാരണം അവൻ ചെറിയൊരു പയ്യനല്ലേ. എന്നാൽ നമ്മുടെ ജിസുവിന് ഉറപ്പായിരുന്നു അവൾ ഒരു മോൺസ്റ്റർ ആണെന്ന്. കാരണം അവൾ അന്ന് മിസ്സിസ് സിമ്മിനെ കണ്ടതാണ്. അങ്ങനെ ഇവർ പോകുന്നതിനിടെയാണ് മറ്റൊരാളെ കാണുന്നത്. അതോടെ നമ്മുടെ ചാൻ വണ്ടി നിർത്തി. ഇദ്ദേഹം ഒരു മനുഷ്യനാണെങ്കിൽ കൂടി നമ്മുടെ ടീമിന് നല്ല പേടിയുണ്ട്, പ്രത്യേകിച്ചും ഇയാൾക്ക്. എന്നാൽ നമ്മുടെ ചാൻ അതൊന്നും കാര്യമാക്കാതെ അയാളെ വണ്ടിയിലേക്ക് കയറ്റി. ഇതേ സമയം നമ്മുടെ ബാംസിയോമിൽ നമ്മുടെ ഹീറോയിനായിട്ടുള്ള ചായുവിനെ അവരൊരു കേജിലിട്ട് കൊണ്ടുവരുന്നുണ്ട്. അവന് ഡ്രസ്സ് പോലും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല അവന്റെ കൈകൾ കഴുത്തിലേക്കും ലോക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവനെ എക്സ്പെരിമെന്റ് ചെയ്യാൻ വേണ്ടി ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരികയാണ്. 4 ഭാഗത്തും ചുമരുകളുണ്ട്. വേണമെങ്കിൽ ഒരു മുറി എന്ന് പറയാം. അതാണെങ്കിലോ നല്ല ഉയരമുള്ള ചുമരുകളാണ്. അതുകൊണ്ട് തന്നെ മോൺസ്റ്റേഴ്സിന് ഇവിടെ നിന്നും രക്ഷപ്പെടാനും സാധിക്കില്ല. അങ്ങനെ എക്സ്പെരിമെന്റിനായി ഒരു മോൺസ്റ്ററും അങ്ങോട്ട് വന്നു. മാത്രമല്ല നമ്മുടെ ചായുവിനെ ബ്ലഡിൽ കുളിപ്പിച്ചെടുക്കുന്നുണ്ട്. അതായത് ഈ മോൺസ്റ്ററിനെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്ത് ആക്രമിക്കാൻ വേണ്ടി. ഇത് കണ്ടതും മോൺസ്റ്റർ അങ്ങോട്ട് ചെന്ന് അവനെ അടിക്കാൻ നിന്നതും അവിടെ സീൻ കട്ടായി. നമ്മുടെ മിയോങ്ങിനെയാണ് കാണിക്കുന്നത്. പുള്ളിക്കാരൻ മരിച്ചെന്ന് അവർക്ക് ഉറപ്പായി. എന്നാൽ മോൺസ്റ്റർ ആണെന്നുള്ള ഒരു അടയാളവും അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. മാത്രമല്ല ഇവന്റെ ബോഡി പാർട്സും അവരെടുക്കാൻ വേണ്ടി പോവുകയാണ്. അവരിങ്ങനെ സംസാരിച്ചിരിക്കെ പുള്ളിക്കാരന്റെ കൈ അനങ്ങുന്നതായും നമുക്ക് കാണാം. പെട്ടെന്ന് അവർ തിരിഞ്ഞു നോക്കിയതും അവനെ കാണാനില്ല. അവർ പതിയെ മുൻപോട്ടേക്ക് വന്നതും ഒളിച്ചിരുന്ന മിയോങ് അവരെ അറ്റാക്ക് ചെയ്യുകയാണ്. നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ അവരുടെ കഥ തീർത്തു. എന്നാൽ നമ്മുടെ മിയോങ്ങിന് എണീറ്റ് നിൽക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല. പിന്നീട് അവൻ അവിടെ ഉണ്ടായിരുന്ന ഒരു ഡ്രസ്സൊക്കെ എടുത്ത് ഇടുന്നുണ്ട്. നമ്മുടെ ചായുനെയാണെങ്കിലോ മോൺസ്റ്റർ അറ്റാക്ക് ചെയ്യുകയാണ്. അവൻക്ക് മോൺസ്റ്ററുമായി പിടിച്ചു നിൽക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല. ഒടുവിൽ മോൺസ്റ്റർ അവന്റെ കഴുത്തിൽ കടിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ പെട്ടെന്നാണ് നമ്മുടെ ചായുവിന്റെ കണ്ണുകൾ വെള്ള നിറത്തിലാകുന്നത്. നമ്മുടെ മോൺസ്റ്ററിന്റെ കണ്ണുകളും മാറുന്നുണ്ട്. അതെ, നമ്മുടെ മോൺസ്റ്ററിന്റെ പല ഓർമ്മകളും അവൻക്ക് കാണാൻ കഴിഞ്ഞു. മോൺസ്റ്ററിന് തിരിച്ചും. അങ്ങനെ അവനെ കടിക്കുന്നത് നിർത്തി മോൺസ്റ്റർ ഒരു മനുഷ്യന്റെ പെരുമാറ്റത്തിലേക്ക് വരികയാണ്. ഇനി അവനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി മോൺസ്റ്റർ ഉദ്ദേശിക്കുന്നില്ല. അപ്പോഴേക്കും എക്സ്പെരിമെന്റ് അവസാനിച്ചു എന്നും പറഞ്ഞ് ജോലിക്കാർ വന്ന് മോൺസ്റ്ററിനെ കത്തിച്ചു കളയുകയാണ്. ഇത് കണ്ട് നമ്മുടെ ചായുൻ ഉറക്കനെ നിലവിളിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ചായുവിന്റെ ബോഡിയിലുള്ള ബ്ലഡ് മുഴുവൻ അവർ വാഷ് ചെയ്ത് കളയുന്നുണ്ട്. പിന്നീട് അവന്റെ അടുത്തേക്ക് നമ്മുടെ ഡോക്ടർ ലിം വരുന്നുണ്ട്. അവനക്ക് ചോദിക്കാനുള്ളത് ഇതിനെ കുറിച്ച് തന്നെയായിരുന്നു. ഈ മോൺസ്റ്ററൈസേഷന് വാക്സിനോ ചികിത്സയോ അങ്ങനെ ഒന്നുമില്ലേ? തന്നെ യൂസ് ചെയ്ത് ഇതിനൊരു വാക്സിനും നിങ്ങൾക്ക് കണ്ടുപിടിക്കാനാകില്ലേ എന്നൊക്കെ അവൻ ചോദിക്കുമ്പോൾ ഡോക്ടറിന് അതിന് ക്ലിയർ ആയ ഒരു ആൻസർ ഉണ്ടായിരുന്നില്ല. ഇനിയും അവർക്ക് ചായുവിനെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ നന്നായി ഹെൽത്ത് നോക്കാൻ വേണ്ടി പറഞ്ഞാണ് ലിം അവിടെ നിന്നും പോകുന്നത്. അയാൾ പുറത്തേക്ക് ഇറങ്ങിയതും നേരെ വന്ന് നിൽക്കുന്നത് നമ്മുടെ ഈ ക്യോങ്ങിന്റെ മുൻപിലേക്കാണ്. അവളെ കണ്ട പാടെ തന്നെ അവൾ ആരാ എന്നും എന്തിനാണ് ഇങ്ങോട്ട് വന്നത് എന്നും നമ്മുടെ ലിമ്മിന് മനസ്സിലാകുന്നുണ്ട്. അവൾ തന്റെ ബോയ് ഫ്രണ്ടിനെ തിരഞ്ഞായിരുന്നു ഇത്രയും ദൂരം വന്നത് എന്ന് നമുക്കിപ്പോൾ മനസ്സിലായി. പിന്നീട് ഡോക്ടർ അവളെ അങ്ങോട്ട് കൊണ്ടുപോവുകയാണ്. നമ്മുടെ മിയോങ് ആണെങ്കിലോ പതിയെ ഇഴഞ്ഞ് പുറത്തേക്ക് വന്നിട്ടുണ്ട്. എത്രയൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും പുള്ളിക്കാരന് തന്റെ പവർ യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല. അങ്ങനെ അവസാനം മിയോങ് നേരെ പോയി എത്തുന്നത് തനിക്കറിയാവുന്ന ഒരു കോമറ്റസ് ഇൻഫെക്റ്റീവിനടുത്തേക്കാണ്. ആ ഇൻഫെക്റ്റീവിനെ അവർ എക്സ്പെരിമെന്റ് നടത്തുകയായിരുന്നു. ഇത് കണ്ടതും മിയോങ്ങിന്റെ കണ്ണ് നിറയുന്നുണ്ട്. മിയോങ്ങിനെ അറിയാവുന്ന ആരോ ആണതെന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ ഡോക്ടർ ആണെങ്കിലോ അവൾക്ക് വഴിയും കാണിച്ചു കൊടുത്ത് തിരിഞ്ഞു നടക്കാൻ നിന്നതും ഡോക്ടറെ കുറച്ച് പട്ടാളക്കാർ പിടിച്ചു കൊണ്ടുപോവുകയാണ്. ഇതിനിടയിൽ നമ്മുടെ ടീമിനെയും കാണിക്കുന്നുണ്ട്. യോങ്സുവിനെ ഒന്ന് യൂറിൻ പാസ് ചെയ്യണം. അതവൻ ചാനോട് പോയി പറയുകയാണ്. അങ്ങനെ വണ്ടി നിർത്തി യോങ്സു യൂറിൻ പാസ് ചെയ്യാൻ പോവുകയും ചാൻ അവന് കാവൽ നിൽക്കുകയും ചെയ്യുന്നു. എന്നാൽ നമ്മുടെ യോങ്സുവിന് എത്ര ശ്രമിച്ചിട്ടും യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടി കഴിയുന്നില്ല. കാരണം അവന്റെ പേടി കൊണ്ട് തന്നെ. ഇതവൻ നമ്മുടെ ചാനോട് പറയുന്നുണ്ട്. പുള്ളിക്കാരൻ ഇത് കേട്ട് അങ്ങോട്ട് വന്ന് യൂറിൻ പാസ് ചെയ്യുകയാണ്. ഇതോടെ അവന്റെ പേടിയും പോയി. അവന്റെ സിസ്റ്ററായ സിയോങ്ങും ഇതെല്ലാം കാണുന്നുണ്ട്. പെട്ടെന്നാണ് അവളുടെ അടുത്തേക്ക് ജേഹ്യോൻ വരുന്നത്. പുള്ളിക്കാരന്റെ ഫേസ് എല്ലാം ആകെ മാറിയിരുന്നു. അതെ, അവൻ ഒരു മോൺസ്റ്ററായി മാറാൻ വേണ്ടി പോവുകയാണ്. അവനെ കണ്ട് എന്തോ ഒരു പന്തികേടുണ്ടെന്ന് നമ്മുടെ സിയോങ് പറഞ്ഞതും
ദേഷ്യം വന്ന ജീഹ്യോൻ അവളുടെ കഴുത്തിൽ പിടിച്ച് ബ്രീത്ത് തടസ്സപ്പെടുത്തുകയാണ്. ഇത് കണ്ടതും നമ്മുടെ ആ ആളില്ലേ, അതായത് ഇവർ വഴിയിൽ വെച്ച് കണ്ട് വണ്ടിയിലേക്ക് കയറ്റിയ ആ ആൾ, അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു തോക്കുണ്ടായിരുന്നു. അത് വെച്ച് ജീഹ്യോങ്ങിനെ അയാൾ ഷൂട്ട് ചെയ്യുകയാണ്. അതോടെ ജീഹ്യോൻ അയാൾക്ക് നേരെ തിരിഞ്ഞു. ഈ സൗണ്ട് എല്ലാം കേട്ട് നമ്മുടെ ചാൻ മോൺസ്റ്റർ ആയ ജീഹ്യോങ്ങിനെ വീണ്ടും ഷൂട്ട് ചെയ്യുന്നു. അതോടെ ജീഹ്യോൻ അങ്ങ് തെറിച്ചു പോയി. നമ്മുടെ ആൾ ചെന്ന് സിയോങ്ങിനെയും എടുത്ത് വീണ്ടും മോൺസ്റ്ററിനെ ഷൂട്ട് ചെയ്യുകയാണ്. എന്നാൽ നമ്മുടെ ജീഹ്യോങ്ങിന് കാര്യമായി ഒന്നും സംഭവിച്ചിരുന്നില്ല. അപ്പോഴേക്കും അവൻ ആകെ മാറിപ്പോയിരുന്നു. ഇതേ സമയം മറ്റുള്ളവരെല്ലാം പുറത്തേക്കും പോകുന്നുണ്ട്. അങ്ങനെ അയാളും പുറത്തേക്ക് ഇറങ്ങുകയാണ്. അയാളുടെ കൂടെ നമ്മുടെ മോൺസ്റ്ററും ഉണ്ടായിരുന്നു. അയാൾ മോൺസ്റ്ററിനെ ഫയർ ചെയ്ത് കൊല്ലാൻ വേണ്ടി നിന്നതും താൻ ഇപ്പോഴും ഹാൻസം ആണെന്നും പറഞ്ഞ് അവൻ നിലവിളിക്കുകയാണ്. ഈ സൗണ്ട് അവർക്ക് കേൾക്കാവുന്നതിലും അപ്പുറമായിരുന്നു. അത്രക്കും വലിയ സൗണ്ട് കാരണം തന്നെ അവരെല്ലാം ചെവിയും പൊത്തിപ്പിടിച്ച് നിൽക്കുകയാണ്. എന്നാൽ ഇതെല്ലാം നമ്മുടെ ജീസു താങ്ങി പിടിച്ച് പതിയെ മോൺസ്റ്ററിന്റെ അടുത്തേക്ക് നടന്നു. തൊട്ടടുത്ത് എത്തിയതും നീ ഒരു അഗ്ലിയാണെന്നും പറഞ്ഞ് ജീസു മോൺസ്റ്ററിനെ ഫയർ ചെയ്യുകയാണ്. അതോടെ ജി ഹ്യോങ്ങിന്റെ കഥയും കഴിഞ്ഞു. ഇപ്പോഴാണ് എല്ലാവർക്കും ഒന്ന് ആശ്വാസമായത്. എന്നാൽ ഒരു വലിയ പ്രശ്നമുണ്ടായിരുന്നു. അതെ, നമ്മുടെ സ്യൂയോങ് മരണപ്പെട്ടു. ഇതിന് കാരണം നേരത്തെ ജി ഹ്യോങ് അവളുടെ കഴുത്തിൽ പിടിച്ചിരുന്നില്ലേ. ഇതറിഞ്ഞതും അവരുടെ എല്ലാവരുടെയും കണ്ണു നിറഞ്ഞു. പ്രത്യേകിച്ചും നമ്മുടെ യോങ്സുവിനെ. അവൻക്കത് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു. സ്വന്തം സഹോദരിയല്ലേ. ഈ സീനും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ എപ്പിസോഡ് 2 അവസാനിക്കുന്നത്. സോ ഗൈസ്, ഇനി എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് വരുമ്പോൾ അറിയാം. എപ്പിസോഡ് 3 ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.